ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് നന്ദു അനിയും കൂടെ പൊന്മുടി പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ റോഡ് ശരിയായി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് തിരികെ വീട്ടിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഈ സമയത്ത് ആദർശ നയനയുടെ അരിയിലേക്ക് എന്നു എന്നിട്ട് പറഞ്ഞ് ഞാൻ അവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ ഗസ്റ്റ് ഹൗസിലേക്ക്. അപ്പൊ അവിടെ വിളിച്ചപ്പം അവിടുത്തെ സെക്യൂരിറ്റിക്കാരനാ തോന്നേ, മേൽനോട്ടക്കാരൻ പറഞ്ഞൊരു കാര്യം, അവിടെ കുറച്ച് ചെറുപ്പക്കാർ റൂം എടുത്തിട്ടൊക്കെ ഉണ്ടെന്നാ. അല്ല, അപ്പൊ അതിനകത്ത് അനിയും കാണുമോ? അവൻ കാണുമായിരിക്കും, അയാൾക്ക് പേരൊന്നും അറിയില്ലെന്നാ പറഞ്ഞേ. അപ്പൊ 3-4 പേരുണ്ടെന്ന് പറഞ്ഞു, രാകേഷും വിഘ്നേഷും ഒക്കെ കാണുമായിരിക്കും. അതുകൊണ്ട് പേടിക്കേണ്ടെന്ന് അതിനെ. എന്നാലോ ആദർശേട്ടാ, ഇതെങ്ങാനും വീട്ടിലറിഞ്ഞ അതോടുകൂടി തീർന്നു. അതെ, തൽക്കാലത്തേക്ക് നീ ഇതിനെക്കുറിച്ചൊന്നും വീട്ടിൽ പറയാൻ പോണ്ട, അറിയാലോ. വെറുതെ അവര് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നയനെ ആശ്വസിപ്പിച്ച് ആദർശ താഴേക്ക് ഇറങ്ങി വരുമ്പത്തേനും ദേവേനെ ചോദിച്ചു, എന്തായി മോനെ, വിളിച്ചോ? വിളിച്ചു, പക്ഷേ എങ്കില് അവിടെ 3-4 പേര് ഉണ്ടെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. 3-4 പേരുണ്ടോ? അന്നെങ്കിൽ പിന്നെ രാകേഷും വിഘ്നേഷും ഒക്കെ ആയിരിക്കും. അവരൊക്കെയാണല്ലോ അനിയുടെ നന്ദുവിന്റെ ഫ്രണ്ട്സ്. അതേമേ, അതെനിക്കും തോന്നുന്നുണ്ട്. എല്ലാരും കൂടെ ഒരുമിച്ചായിരിക്കും റൂം എടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കില് ഒരു കാര്യം ഉറപ്പാ, നന്ദുവിന് ഇപ്പോഴും അനിയെ ഇഷ്ടം തന്നെയാണെന്ന് നയന ഉറപ്പിച്ച് പറയണേ. അങ്ങനെ പറഞ്ഞു നയന. അതെ, അത് അവൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നവീന്റെ ആലോചന വന്നു കഴിഞ്ഞപ്പോൾ മിക്കവാറും അനിയുടെ കൂടെ അവള് പൊന്മുടിക്ക് പോയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ തന്നെയാണ് നയന പറയണേ. എങ്കിൽ പിന്നെ നന്ദുവിന് ആ കാര്യം വീട്ടിൽ തുറന്നു പറഞ്ഞുകൂടെ, അച്ഛനോടും അമ്മയോടും ഒക്കെ? അതാ ഞാനും ആലോചിക്കുന്നത്. അല്ല, തുറന്നു പറഞ്ഞ് അവരുടെ സമ്മതം മേടിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകുമോ? ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഒന്നും മിണ്ടാതെ പറയാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ. ആദർശ് പറഞ്ഞു, ഒരു പക്ഷേ വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് കരുതിയിട്ടായിരിക്കും നന്ദു കാര്യങ്ങളൊക്കെ തുറന്നു പറയാതിരിക്കുന്നേ എന്നും പറഞ്ഞോണ്ട്. കാര്യങ്ങൾ തുറന്നു പറയാതെ ഇങ്ങനെ പൊന്മുടിയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇനിയിപ്പം ഇവിടുത്തെ ജാനകിയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ. ജാനിക്ക് നന്ദു എന്ന പേര് കേട്ടാൽ തന്നെ ഭ്രാന്തിളകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നേ. അല്ലാതെ ഹനി വേറെ പെണ്ണ് കെട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് നന്ദുവിന്റെ കാര്യം. ആദർശ് പറഞ്ഞു, ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കൺട്രോളിൽ ഒതുങ്ങുന്ന കാര്യമൊന്നും അല്ലമ്മേ ഇത്. അനിയൊന്ന് വരട്ടെ, അവനോട് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് നവീൻ നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇതെന്ത് പറ്റി പോലും? ഇവളിത് എങ്ങോട്ടാ പോയെന്നറിയില്ല. ഒടുവില് ആദർശിനെ വിളിക്കുകയാണ്. ആദർശിനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒന്നും അറിയത്തില്ലാത്ത മടിച്ചു ചോദിച്ചു, അല്ല നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആദർശേട്ടാ എന്ന് പറഞ്ഞു. അത് പിന്നെ നന്ദുവിന്റെ ഫ്രണ്ട്സിനോടൊപ്പം തോന്നേ. ഫ്രണ്ട്സിനോടൊപ്പം? അതെ, ആ രാകേഷും വിഘ്നേഷും ഒക്കെ ഉണ്ടെന്ന് തോന്നേ. അവരോടൊപ്പം എവിടെയോ ചുറ്റാൻ പോയിരിക്കുവാണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അതാണ്. രാകേഷും വിഘ്നേഷും ഒന്നും ആയിരിക്കില്ല, മിക്കവാറും അനിയായിരിക്കും. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിട്ടാണ് നവീൻ ഫോൺ കട്ട് ചെയ്യുന്നത്. രണ്ടുപേരും കൂടെ ചുറ്റിക്കറങ്ങി ഇറങ്ങിയിരിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ തന്റെ ആലോചന വന്നു കഴിഞ്ഞപ്പം നന്ദുവിന് സഹിച്ചില്ല. നന്ദുവിന് മാത്രമല്ല, എനിക്കും ടെൻഷനായി കാണും. അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, രണ്ടെണ്ണത്തിന് ഒന്നുകൂടെ ഒന്ന് ടെൻഷൻ അടിപ്പിക്കണമല്ലോ എന്നൊരു ചിന്ത നവീന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഇതേ സമയത്ത് നന്ദുവാണ് പ്രാർത്ഥനയില്ല. എൻ്റെ ദൈവമേ, എത്രയും പെട്ടെന്ന് ആ ബ്ലോക്ക് ഒന്ന് മാറിയാൽ മതിയായിരുന്നു, കാര്യങ്ങളൊക്കെ ശരിയായാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എന്താണെങ്കിലും വഴിയും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് അനിയോട് പറഞ്ഞു, സാറേ വഴി റെഡിയായിട്ടുണ്ട്, വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് അനിക്ക് ഒരു ശ്വാസം നേരെ വീണേ. അങ്ങനെ അനിയും നന്ദുവും കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ റേഞ്ചിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ രാകേഷിനെയും വിഘ്നേഷിനെയും ഒക്കെ വിളിച്ചു. അവന്മാരെ വിളിച്ച് വരാനായിട്ട് പറയാണ്. അങ്ങനെ അവന്മാര് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദുവിനെയും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവന്മാര് ചോദിച്ചു, എടാ എന്താടാ, എന്ത് പരിപാടിയാണ് കാണിച്ചത്? രണ്ടും കൂടെ എന്താ ചുറ്റി കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണോ? എടാ ഒന്നും പറയണ്ട, ഓരോരോ പ്രശ്നങ്ങൾ കാരണം ആകെപ്പാടെ പെട്ടിരിക്കുമായിരുന്നു. എടാ അതിന് മാത്രം എന്ത് പ്രശ്നമുള്ളത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് തുറന്നു പറഞ്ഞുകൂടെ? അനി പറഞ്ഞു, എടാ തുറന്നു പറയണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ നന്ദുവിൻ്റെ വിവാഹം അത് പെട്ടെന്നൊന്നും നടക്കുമെന്ന് തോന്നില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹത്തിന് കുറെ തടസ്സങ്ങളാ. ഒരു തടസ്സം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. അവന്തികയുടെ കാര്യമോ ഇപ്പോഴത്തെ പുതിയ പ്രശ്നം നവീന്റെ കാര്യവും പറയണ. എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ നോക്കുമ്പോഴത്തേനും അടുത്ത് വന്നുകൊണ്ടിരിക്കുക. പെട്ടെന്നൊന്നും കല്യാണം നടക്കുമെന്ന് തോന്നില്ല. നവീന്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് പൊന്മുടിക്ക് വിട്ടാലോ എന്ന് കരുതിയത്. നന്ദുവിനാണെങ്കിലോ ഒരു തെറ്റും ചെയ്യാതെ വീട്ടിലാണെങ്കിലോ നന്ദുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. രാകേഷ് പറഞ്ഞു, എപ്പോഴും ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട, അറിയാലോ നിന്റെ വീട്ടിലോ അല്ലെങ്കിൽ നന്ദുവിന്റെ വീട്ടിലോ അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ടെ തീർന്നു. എടാ ഇനി എങ്ങനെ ആദർശേണ്ണോ നയനടുത്ത് എങ്ങനെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടെന്നോ പറയാവുള്ളൂ. അതൊക്കെ ഞങ്ങൾ ഏറ്റു. പണ്ട് മുതലേ രാകേഷിനും വിഘ്നേഷിനും ഭയങ്കര താല്പര്യമാണ് നന്ദു അനിയും കൂടെ ഒന്നാവാനായിട്ട്.
അങ്ങനെ ഒടുവിൽ അവരെല്ലാരും കൂടെ പോവാണ്. തിരികെ അവരൊരുമിച്ചാണ് പോരുന്നത്. പോരുന്ന വഴിക്ക് നന്ദുവിന്റെ ഫോൺ ബെല്ലടിച്ചു. നോക്കിയപ്പോ നവീനാണ്. ദൈവമേ, ഈ കുരിശ് എന്തിനാണോ എന്തോ വിളിക്കണേ. അങ്ങനെ ഒടുവിൽ അനിയോട് പറഞ്ഞു, അനി അവനെ വിളിക്കുന്ന നവീനെ വിളിക്കണേന്ന് പറഞ്ഞു. നീ കോൾ എടുക്ക്. കോൾ എടുത്തു. ആ എന്താ നവീനേട്ടാ? അല്ല നന്ദു ഇത് എവിടെയാ? അത് പിന്നെ ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതായിരുന്നു. ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു ഇന്നലെ. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുവെന്ന് പറഞ്ഞു. ആണോ? ആ എങ്കിലൊരു കാര്യം ടൗണിൽ ഞാനുണ്ട്. നന്ദു വീട്ടിലേക്കാണോ എന്ന് ചോദിച്ചു. അതെ. എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു. ദൈവമേ, പെട്ടുപോയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നവീനേണ്ട എന്തിനായിരിക്കും തന്നെയും കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നേ? ആ ഒരു ടെൻഷൻ നന്ദുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ എന്ത് പറയും? നവീനേണ്ട മുന്നിൽ വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തനിക്കത് വിനയാവത്തുള്ളൂ. ആ ഒരു ടെൻഷൻ നന്ദുവിന്റെ മനസ്സിലുണ്ടായി. ഒടുവില് അനി പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? അച്ഛനും അമ്മയൊക്കെ നിന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ ഉള്ള കാര്യം കൂടി തുറന്നു പറഞ്ഞേരെ. അതിനിപ്പോ ആരുടെ മുഖം നോക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് നന്ദുവിനെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് കനയും ഗോവിന്ദനും ഭയങ്കര ചർച്ചയിലാണ്. ഗോവിന്ദേട്ടാ, ഇനിയിപ്പം നവീൻ മോനെ ഇഷ്ടമായിരിക്കുമോ നന്ദൂര്? എങ്ങാനും ഇഷ്ടമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നല്ലൊരു ആലോചന നന്ദൂര് കിട്ടാന്ന് വെച്ച് നല്ലൊരു ആലോചന തന്നെയായിരുന്നു. അതെ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കനകെ. അവൾക്കൂടെ ഇഷ്ടപ്പെടണ്ടേ? ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇഷ്ടമായിരിക്കും രണ്ടുപേരും തമ്മില്. ചിലപ്പോൾ അതുകൊണ്ടാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല കനകെ. നന്ദുവിന്റെ സ്വഭാവം നിനക്കറിയാലോ. അവൾ ആദ്യമായിട്ട് സ്നേഹിച്ച അനിയാണ്. പിന്നെ അവളുടെ ജീവിതത്തിൽ അവൾ ആരെ സ്നേഹിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ അവളുടെ മനസ്സിൽ നിന്ന് അനി പോകുന്നു തോന്നില്ല. സാരമില്ല, നമുക്ക് നോക്കാം ആദർശേട്ടാ. ഈ ബന്ധം നടന്നാൽ മതിയായിരുന്നു. ഒരു പക്ഷേങ്കില് നയനയ്ക്കാണെങ്കിലും ആദർശനാണെങ്കിലും എല്ലാവർക്കും ഈ ബന്ധം നടക്കുന്നതിനുള്ള താല്പര്യം തോന്നേ. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, എനിക്കോ തോന്നുന്നുണ്ട്. പക്ഷെ എത്രയാന്ന് പറഞ്ഞാലും നന്ദുവിന്റെ മനസ്സിൽ അനിയുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനൊരു ആലോചനയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവസാനം വരുമ്പോൾ വിവാഹം നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവുന്ന കാര്യമില്ലേ? അങ്ങനെയൊന്നും ഇല്ല. എന്താണെങ്കിലും നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് നന്ദു പോകത്തില്ല. അനിയായിട്ട് ഒന്നിക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ രീതിക്ക് പോകാൻ പറ്റില്ല ആദ്യമേ തന്നെ പറയണം. ഗോവിന്ദേട്ടൻ സ്ട്രോങ് ആയിട്ടൊന്ന് പറഞ്ഞാൽ മതി. നവീൻ മോനെ ആലോചനയായിട്ട് മുന്നോട്ട് പോകുക തന്നെ വേണം. ഇവിടെ നമ്മൾ പറയുന്ന ആയിരിക്കണം വാക്ക്. അല്ലാതെ അവൾക്ക് ഇതിനകത്തൊരു അവസരം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും നാളും നല്ലൊരു ആലോചന വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നേ. പക്ഷെ ഇതിപ്പം നല്ലൊരു ആലോചനയല്ലേ? നവീൻ മോനെ തള്ളിക്കളയാനായിട്ട് അവൾക്കൊരു കാരണങ്ങളൊന്നുമില്ല. അങ്ങനെ സംസാരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു നവീന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ അനിയ നന്ദുവിനെ കൊണ്ടേ വിട്ടിട്ട് അനി വീട്ടിലേക്കും പോയി. അങ്ങനെ നവീന് നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല ഏത് ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു ചോദിച്ചു. നന്ദുവിന്റെ മുഖമൊക്കെ ആകെപ്പാടെ വിളറി വെളുത്തു. എന്തേലും മറുപടി പറയണമല്ലോ. പെട്ടെന്ന് നന്ദു വായി വന്നൊരു കള്ളത്തരം പറയണം. അല്ല നവീനേട്ട ഇപ്പൊ വീട്ടിലേക്കാണ് വരുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, നന്ദുവിനെ കൊണ്ടുവിടാം. വേണ്ട നവീനേട്ടാ, ഞാൻ തനിച്ച് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അത് സാരമില്ല, നന്ദു ബാ കേറ്, ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ദൈവമേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നവീനേണ്ട ഉദ്ദേശം എന്തായിരിക്കും? തനിക്കിട്ടുള്ള വല്ല പാരപണിയാണെന്ന് അറിയില്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് കനയും ഗോവിന്ദനും കൂടെ ആ കാഴ്ച കാണുന്നേ. നന്ദുവും നവീനും കൂടെ ഒരുമിച്ച് കയറി വരുന്നു. ഭയങ്കര സന്തോഷമായി അവർക്ക്. രക്ഷപ്പെട്ടു. നന്ദുവിന് നവീനെ ഇഷ്ടമാണെന്ന് തോന്നേ. അതുകൊണ്ടാന്ന് തോന്നുന്നു രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്നേ. ഇനിയിപ്പം ഇന്നലെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാന്ന് പറഞ്ഞ് നവീനും നന്ദു എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നൊന്നും അറിയില്ല. എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ടാണ് നവീൻ മോമ കയറി വരുന്നത്. അപ്പം നന്ദു ചിലപ്പോൾ ഇഷ്ടം പറഞ്ഞു കാണും. അങ്ങനെ പല പല ചിന്തകളും അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പക്ഷേങ്കില് നവീൻ പറയാൻ പോകുന്ന കാര്യം വേറെ ആയിരിക്കും. തന്റെ വീട്ടുകാരെ സമ്മതിക്കില്ല, അമ്മ സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന്. അതിനുമുമ്പ് നന്ദുവിനെ എങ്ങനെയല്ലോ ഒന്ന് കുറച്ചേരം ഒന്ന് ടെൻഷൻ അടിപ്പിക്കണം എന്ന് കരുതിയിട്ടാണ് നന്ദുവിനെയും കൂട്ടി നവീന വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.